ആനത്തലവട്ടം ആനന്ദൻ അല്പം മുമ്പ് ശ്രീ CR നീലകണ്ഠൻ വിമർശനാത്മകമായി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് നൽകിയ മറുപടിയിൽ ശരിയാണ്, ഈ നിയമവാഴ്ചയെയും ഭരണഘടനയെയും ഒക്കെ നരേന്ദ്രമോദി വെല്ലുവിളിക്കുന്നു എന്ന രീതിയിലുള്ള പരാമർശം വന്നത് അത് കൃത്യമായ മറുപടിയായിരുന്നു. പക്ഷേ ഒരു കേസ് പോലും എടുത്തിട്ടില്ല എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഒരു വെല്ലുവിളി ഉണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ലായിരുന്നുവെന്ന് CR നീലകണ്ഠൻ ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം അത് BJPക്കുള്ള ഒരു വടിയായി മാറുകയാണ്. അവർ ഓരോ കേസുകളായി എടുത്തുകൊണ്ട് വരുന്ന 3 ദിവസങ്ങളിലും ഇക്കാര്യത്തിൽ സംവാദം നടത്തിക്കൊണ്ടേയിരിക്കും. ഈ കേസെടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ. കേസെടുത്തിട്ടുണ്ട്. അക്രമം കാണിച്ചവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അവർ രാമനാമം ജപിച്ചിട്ട് അക്രമം കാണിക്കാതിരിക്കണമെന്നില്ലല്ലോ. രാമനാമം ജപിച്ചതുകൊണ്ട് അക്രമകാരികളല്ലാതാവില്ലല്ലോ. ശബരിമലയിൽ ദർശനത്തിന് പോകുന്നവർ രാമനാമം ജയിക്കുകയോ സ്വാമി ശരണം വിളിക്കുകയോ അയ്യപ്പ ശരണം വിളിക്കുകയോ ചെയ്യുന്നവരെ ആരെയും കേസെടുത്തിട്ടില്ല. മറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു ദൈവനാമം ഉച്ചരിച്ചതിന്റെ പേരിൽ ഒരൊറ്റ കേസ് പോലും കേരളത്തിൽ എവിടെയും എടുത്തിട്ടില്ല. മറിച്ച് പ്രചരിപ്പിക്കുന്ന പ്രധാനമന്ത്രിക്ക് താൻ പറഞ്ഞതിന് ഉദാഹരണമായി ഒരു കേസെങ്കിലും എടുത്തു കാണിക്കാനാകുമോ? ഈ ഒരു ചോദ്യമാണ് മുഖ്യമന്ത്രി ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത്. അതിനെയാണ് BJP നേതാക്കൾ എതിർക്കുന്നത്. പ്രധാനമന്ത്രിക്ക് വേണ്ടി അവർ മറുപടി പറയുകയാണ്. അത് ശരി തന്നെയാണ്. ഇല്ല, BJP നേതാക്കൾ ഇപ്പോൾ അല്ല, ഞാനിപ്പോൾ മഞ്ജുഷ് ചോദിച്ചതിന് ഇവരൊക്കെ പറഞ്ഞതിനൊന്നും മറുപടി പറയാനല്ലേ എൻ്റെ അവസരം തന്നിരിക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതിന് മുമ്പ് ഞാൻ ചോദ്യം ഡൈവേർട്ട് ചെയ്ത് പോകാതിരിക്കൂ. ഞാൻ ആദ്യം പറഞ്ഞത് ആവർത്തിച്ച് പറയുകയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നവർക്കെതിരെ കേസെടുത്തെന്ന് ശ്രീ പത്മകുമാർ പറയുകയുണ്ടായി. തമിഴ്നാട്ടിൽ നിന്ന് RSSൻ്റെ BJPയുടെ നേതാക്കൾ അറിയപ്പെടുന്ന ഭാരവാഹികൾ അവരിവിടെ വന്നത് ഈ RSS സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ പങ്കെടുക്കാനാണ്. അവരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ടാവും. അതല്ലാതെ ഭക്തജനങ്ങളായി ശബരിമലയിൽ തൊഴാൻ വന്നവരെ അവരുടെ ഒരു മനുഷ്യരുടെ പേരിലും ഒരു സംസ്ഥാനത്തുള്ളവരുടെ പേരിലും കേസെടുത്തിട്ടില്ല. അവിടെ ഭക്തജനങ്ങളെ തടയാനും പ്രതിഷേധിക്കാനും വന്നവർ അവർ നാമജപം നടത്തിയെന്നുള്ള കാരണത്താൽ പ്രതിഷേധമില്ലാതാവുന്നില്ല. നാമജപം മുദ്രാവാക്യമായി ഉയർത്തിക്കുന്നു. പ്രാർത്ഥന മുദ്രാവാക്യമായി ഉയർത്തി ബസ് സ്റ്റേഷനിൽ ഉയർത്തുക, സബ് ജയിലിൻ്റെ മുമ്പിൽ ഉയർത്തുക, സെൻട്രൽ ജയിലിൻ്റെ മുമ്പിൽ ഉയർത്തുക, അതൊക്കെ ആ പ്രാർത്ഥനയുടെ പരിശുദ്ധി തന്നെ കളഞ്ഞതാണ്. ആ കളഞ്ഞിട്ട് പ്രതിഷേധ മുദ്രാവാക്യമായി ഉയർത്തുകയും പ്രതിഷേധം സംഘടിപ്പിക്കുന്നവർക്കെതിരായിട്ട് മാത്രമേ കേസെടുത്തിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞു കാട്ടാക്കടയിൽ മൈക്ക് ഊരി കളഞ്ഞ്, മൈക്കിൻ്റെ ഫീസ് ഊരി കളഞ്ഞ്. കാട്ടാക്കടക്കാരോട് പോയി ചോദിക്കും എവിടെയെങ്കിലും. ഞാൻ ചോദിട്ടെ, BJPയുടെ നേതാവ് അവിടെ വന്ന് പ്രസംഗിക്കും, ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയാണ്. മോഡി വരണ്ട, അതിനേക്കാൾ പത്മകുമാർ ഒന്ന് പ്രസംഗിക്കുകയാണ്. അപ്പം തൊട്ടടുത്ത് നീണ്ടു നിൽക്കുന്ന നാമജപം ജപിക്കുന്ന കാസറ്റ് ഇട്ടാൽ ആ യോഗത്തെ അലോസരപ്പെടുന്ന വിധത്തിൽ അനുവദിക്കുമോ ആരെങ്കിലും? പത്മകുമാർ പ്രസംഗിച്ചാൽ തന്നെ നമുക്ക് അനുവദിക്കാൻ സാധിക്കുമോ? പോലീസിനെ സമ്മതിക്കാൻ സാധിക്കുമോ? എന്ത് മര്യാദകേടാണ് കാണിച്ചത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് അദ്ദേഹം പ്രസംഗം തുടങ്ങുമ്പോഴത്തേക്ക് കാണാം തോറ്റമ്പാട്ട് നിർത്തിയിട്ട് രാമനാമം ജപിക്കുന്നതിൻ്റെ കാസറ്റ് ഇടുക. ഇത് ഉച്ചത്തിൽ ആ സ്പീക്കറെ പോലീസ് പോയി മാറ്റിയെന്നുള്ളേക്ക് അവന് അവിടെ ആരുടെയും ഫീസ് ഊരിയിട്ടില്ല. CPM-കാർ ആരെയും ഫീസ് ഊരാൻ നടന്നിട്ടില്ല. സ്റ്റേജ് മൈക്ക് ഓർഡർ പോലും ഇല്ലാതെ ആ സ്റ്റേജ് ക്ഷേത്രത്തിനിടെ നടക്കുന്നത് നമുക്കറിയാം. മൈക്ക് ഓർഡർ പോലും ഇല്ലായിരുന്നല്ലോ. ഒഫീഷ്യലായി തന്നെ നിഷേധിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ നിഷേധിച്ച കാര്യം നിങ്ങൾ ഈ ചാനലിൽ വന്നിരുന്നത് കളവ് പറഞ്ഞ ആളുകളെ കബളിപ്പിക്കാതിരിക്കും. പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് മൈക്ക് പെർമിഷനോട് കൂടിയാണ് മുഖ്യമന്ത്രിയുടെ യോഗം നടന്നത്. മുഖ്യമന്ത്രിയുടെ യോഗം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോയാൽ എന്ത് ചെയ്യാൻ? പോലീസിന്റെ അവിടെ പെർമിഷൻ വാങ്ങിക്കാതെ മുഖ്യമന്ത്രിയുടെ യോഗം ആരെങ്കിലും നടത്തുമോ? മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗം പെർമിഷൻ വാങ്ങിച്ചു, എല്ലാ സെക്യൂരിറ്റി നടപടിയും സ്വീകരിച്ച് വെച്ചപ്പോൾ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ഈ മര്യാദകേടുകളെയൊക്കെ ന്യായീകരിക്കാൻ എങ്ങനെ BJPക്ക് സാധിക്കും? ഒരു യോഗം വേറെ അമ്പലത്തിൽ മൈക്ക് കൊണ്ട് വെച്ചിട്ട് നടക്കുന്ന രാവിലെ തൊട്ട് തുടങ്ങിയാണല്ലോ. അപ്പൊ മീറ്റിംഗ് നടക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇത് ഇങ്ങനെയെല്ലാം പറഞ്ഞാണ് പഠിക്കുന്നതെങ്കിൽ അതാണ് ഈ രാജ്യത്ത് മോഡി നടന്ന് പറയുന്നത്. ഞാൻ ഈ കാര്യം പറയാം. ഇവിടെ നേരത്തെ മിസ്റ്റർ CR പറഞ്ഞതുപോലെ പ്രധാന അജണ്ട എന്താ? ശബരിമലയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല, ഇന്ത്യയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. 5 വർഷക്കാലം ഭാവിയിൽ എന്തൊക്കെ ചെയ്യും, ഇപ്പൊ ഭരിച്ചപ്പോൾ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി, ഭാവിയിൽ ഇന്ന ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിക്കേണ്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതാണ് അദ്ദേഹം ചെയ്തത്. അതേ ഇപ്പൊ ഒരു വിശ്വാസത്തിന്റെ പേര് വിശ്വാസത്തിന്റെ പത്മകുമാർ പറഞ്ഞാൻ വേണ്ടിയില്ലല്ലോ. ഞാൻ പറഞ്ഞ ഒരു ഡെമോക്രാറ്റിക് സെക്യുലർ ഞാൻ പറയട്ടെ. അതിനുശേഷം താങ്കൾക്ക് സമയം കിട്ടുമ്പോൾ പറഞ്ഞോ, പത്മകുമാറിന് സമയം കിട്ടുമ്പോൾ പറയോ? അല്ലാതെ ഇങ്ങനെ ഇത്തരത്തിൽ രണ്ടുപേരും കൂടെ സംസാരിച്ചിരുന്നാൽ എങ്ങനെ പറ്റും? ഞാൻ പറയട്ടെ, ഒരു ഡെമോക്രാറ്റിക് സെക്യുലർ ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് എത്ര കൊച്ചു പാർട്ടിയായാലും എത്ര കൊച്ചു മതമായാലും ശരി, ആ ചെറിയ മതത്തിൻ്റെ വിശ്വാസത്തെയും കൊച്ചു പാർട്ടിയുടെ ജനാധിപത്യ അവകാശങ്ങളെയും സംരക്ഷിക്കുന്നതാണ് നമ്മുടെ ഭരണഘടന.
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ വിശ്വാസം സംരക്ഷിക്കുമെന്ന് പറയാൻ എന്ത് അർഹതയാണുള്ളത്? 92-ൽ ബാബർ മസ്ജിദ് പോയി ഇടിച്ച് പൊളിച്ചതിന് നേതൃത്വം കൊടുത്ത ആളല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? BJP RSSകാരും ആ മതവിഭാഗത്തിൻ്റെ വിശ്വാസം സംരക്ഷിക്കണ്ടേ? അവർ ചെറിയ മതവിഭാഗമായതുകൊണ്ടാണ് സംരക്ഷിക്കാനുള്ള. വിശ്വാസം സംരക്ഷിക്കുക, എല്ലാ മതത്തിൻ്റെ വിശ്വാസം ശരി, ശ്രീ ജയർ സംരക്ഷിക്കാൻ